സത്യം പറഞ്ഞാൽ എനിക്കിന്നലെ ഉറങ്ങാനേ സാധിച്ചില്ല. എന്തു പറ്റി? തൻ്റെ ഫോട്ടോ ശരിക്കും എൻ്റെ ഉറക്കം കെടുത്തി. യു ആർ സോ ഹാൻസം. കോംപ്ലിമെന്റ്സ് ഒന്നും വേണ്ട. ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയല്ലോ. ഞാനും വെളിപ്പെടുത്താം, സമയമാവട്ടെ. ഓ, ഇനി എന്നാ? ഇപ്പൊ തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ട് 1-2 മാസമായില്ലേ. ഇപ്പോഴും താൻ കാണാമറത് തന്നെ. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ? ഇന്നത്തെ കാലത്ത് മറുവശത്തിരിക്കുന്നവരെ വ്യക്തമായി മനസ്സിലാക്കാതെ എങ്ങനെയാ? അപ്പോൾ ഞാനൊരു ഫേക്ക് ആണെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? എനിക്കിപ്പോൾ തന്നെ പൂർണ്ണ വിശ്വാസമാ. പിന്നെ ഒരല്പം ഇഷ്ടവും കൂടിയിട്ടുണ്ട്. സത്യം പറയട്ടെ, എനിക്കിപ്പോൾ ഒരു നിമിഷം പോലും തന്നോട് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എന്താ മാഷേ, വല്ല പ്രേമം വല്ലതുമാണോ? അറിയില്ല, വല്ലാത്തൊരു ഫീലിംഗ്. ഇനി എപ്പോഴാണാവോ ഈ സുന്ദരി ഒന്ന് കാണാൻ പറ്റുക? സുന്ദരിയാണെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. ഇനി സുന്ദരി അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഒരിക്കൽ പോലും കാണാതെ നമ്മൾ ഇത്രയും അടുത്തില്ലേ? ഇനി എന്നെ നേരിൽ കണ്ടാൽ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയുമോ? എൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് താനൊരു ബിലോ ആവറേജ് ബ്യൂട്ടി ആണെങ്കിൽ പോലും ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ബിക്കോസ് താനുമായിട്ടുള്ള ഈ ഒരു ചാറ്റിംഗ് എനിക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും പിന്നെ പറഞ്ഞറിയിക്കാനാകാത്ത എന്തൊക്കെയോ ഫീലിങ്സുമാണ് ഞാൻ അനുഭവിക്കുന്നത്. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി പറ, എപ്പോഴാണ് എനിക്ക് തന്നെ ഒന്ന് കാണാൻ പറ്റുന്നത്? ഇത് ക്യൂരിയോസിറ്റിയുടെ എക്സ്ട്രീമാണ്. ഇത്രയും ക്ഷമിച്ചില്ലേ? കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കേ. കാത്തിരിക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഗുഡ് ബോയ്. അത് പോട്ടെ, രാവിലെ എന്താ പരിപാടി? ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാ, ഇപ്പൊ തന്നെ ലേറ്റായി. ഓ, സോറി. ഓക്കെ ദെൻ, ഞാൻ കാരണം ജോലിയൊന്നും പോകണ്ട. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. മേജോ, 1 മിനിറ്റ്. ഫോട്ടോയിൽ തൻ്റെ കൂടെ നിൽക്കുന്നതാരാ? അത് ശിവ, ഞങ്ങളുടെ GM ആണ്. പാവം, ഒരു ശുദ്ധനാണ്. ഇത്രയും നീറ്റായ ഒരാളെ വേറെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഹീസ് എ റിയൽ ജെന്റിൽമാൻ. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഓക്കെ ഓക്കെ ദെൻ, ബൈ. സാബു, മെജോയെ കണ്ടു. സാർ ഓഫീസിലേക്ക് പോയിരിക്കുക. ഓഫീസിൽ ശരി. സാർ, 2 വർഷമായി ഞാൻ ഇവിടെ. വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടില്ല. ഓഹോ, 2 വർഷമായി നീ ഇവിടെ. പ്രൊമോഷൻ വരട്ടെ, അപ്പം ശമ്പളം കൂട്ടിത്തരാം. ഏത് കാലത്താണ് സാറേ പ്രൊമോഷൻ വരുന്നത്? എൻ്റെ മുകളിൽ ശിവേട്ടനില്ലേ? അത് ശരിയാണല്ലോ, ശിവനുള്ളിടത്തോളം കാലം നിനക്കെങ്ങനെ പ്രൊമോഷൻ കിട്ടുന്നത്? സാർ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാർ. ഇങ്ങനെ ധൃതി വെക്കാതെ ഞാൻ ശിവനോടൊന്ന് സംസാരിക്കട്ടെ. ഇന്നെന്താ പരിപാടിയൊന്നുമില്ലേ? ഉണ്ട് സാർ, ശിവേട്ടനുമായിട്ട് കാക്കനാട് സൈറ്റിലൊന്നും പോകണം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. ശിവേട്ടനെ കുറിച്ച് ഇതിൽ കൂടുതൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇത്രയും നല്ലൊരു ജെന്റിൽമാൻ ആണെന്ന് കണ്ടാൽ പറയില്ല. അല്ലെങ്കിലും നിങ്ങളൊക്കെ ജഡ്ജ് ചെയ്യുന്നത് ബാഹ്യ സൗന്ദര്യം നോക്കിയല്ലേ?
ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. നല്ലൊരു മനസ്സുള്ളയാൾ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ എന്നർത്ഥത്തിലാണ്. അപ്പോൾ ശിവേട്ടൻ്റെ ഭാര്യ വളരെ ലക്കി ആയിരിക്കുമല്ലോ. എല്ലാം കൂടെ ദൈവം ഒരുമിച്ച് കൊടുക്കില്ലല്ലോ. ആ ഒരു കാര്യത്തിൽ മാത്രം ശിവേട്ടൻ ശരിക്കും അണ്ണയ്ക്കാണ്. പുള്ളിയുടെ ഭാര്യ വളരെ റൂഡും അരകൻ്റുമാണ്. അവരുടെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണായിരുന്നെങ്കിലും ലോകത്തിലെ ഏറ്റവും സന്തോഷവതി അവരായിരുന്നു. ആ പറഞ്ഞിട്ടെന്ത് കാര്യം? എടോ, ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ പിരിയണം. ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് അവരവർക്ക് യോജിക്കുന്നവർക്കൊപ്പം വേണ്ടേ ജീവിക്കാൻ. ആ കൊള്ളാം, പറഞ്ഞപ്പോൾ അങ്ങ് തീർന്നു. വയസ്സ് 10-52 കഴിഞ്ഞു. പിരിഞ്ഞ താൻ കൊടുക്കുകയോ ചെയ്യുമോ? ഒരു സംശയവും വേണ്ട. ഇത്രയും നല്ല ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ റെഡിയാണ്. പ്രായം എനിക്കൊരു പ്രശ്നമേ അല്ല. ആ ഹലോ. ആ മെസ്സിരി, അല്ല നമ്മുടെ ബാക്കിലത്തെ വോളിൽ വിൻഡോ വേണ്ടെന്ന് പറഞ്ഞായിരുന്നേ. ആ ശരി ശരി, ഞാൻ ശിവൻ്റെ ചോദിക്കാം. ആ ശരി. അജേഷ്, ഓ ശിവ സാർ. ആ അല്ല എന്താ അല്ല, ഞാൻ കുറെ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. ആരോടാ ഇത്ര ചാറ്റിങ്? എന്താ പറയാ, നീ നേരെ നോക്കി വണ്ടി ഓടിക്കും. ഞാൻ വണ്ടി ഓടിച്ചോളാം. മനസ്സമാനായിട്ടൊന്ന് ചാറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഓ ഞാൻ ആദ്യമായിട്ടായിരിക്കുന്നത് ചാറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സമാധാനം കിട്ടുന്നത്. പിന്നല്ലാതെ ആ അയക്കോ അയക്കോ. നീ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യം. നടക്കട്ടെ നടക്കട്ടെ. വിനോദ് പറയൂ. സർ, ഈ ശ്രീദേവി എന്ന് പറയുന്ന സ്ത്രീ സാറിന്റെ ആരെങ്കിലുമാണ്? അല്ല, എന്താ? ഞാൻ അന്വേഷിച്ചു. സാറ് തന്ന ആധാർ കാർഡിലെ അഡ്രസ് അവർ ആദ്യം താമസിച്ച വാടക വീടിന്റെ. ശ്രീദേവിക്ക് അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിവരം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. അവരിപ്പോ എവിടെ ഉണ്ട്? സാഡ് ന്യൂസ് ആണ്. അവരിപ്പോ ജീവിച്ചില്ല. അറിയാതെ ഫോൺ എടുത്ത് തിന്നു പോകരുത്. നിന്നെപ്പോലെ വെറുതെ ഇരിക്കുകയല്ലേ ഞാൻ. അവളുടെ ഒരു ഉപദേശം. എവിടെ വെച്ചായിരുന്നു സംഭവം? അതെ മതി ടി വി കണ്ടത്. പോയിരുന്ന് പഠിക്കാൻ നോക്ക്. അമ്മേ പ്ലീസ് ഒരു ഇച്ചിരി നേരം ഇവിടെ, ഇപ്പൊ തീരും. ഇത്രയും നേരം കണ്ടില്ലേ, മതി. ഇനി പോയിരുന്ന് പഠിക്ക്. ഈ അമ്മയുടെ ഒരു കാര്യം. താൻ എൻ്റെ ഭാഗത്തൊന്നും ചിന്തിച്ചു നോക്കും. എത്ര നാളെന്ന് വെച്ചിട്ടാ ഈ കാത്തിരിപ്പ്? തന്നെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. കണ്ടു കഴിഞ്ഞാൽ ഈ ഇഷ്ടം പോകില്ലെന്ന് പറയാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, പിന്നെന്താ?
പാതിരാത്രി ആയാലും നിർത്താറായില്ലേ മനുഷ്യ? ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇവൾക്കൊന്നും ഉറക്കവും ഇല്ലയോ? ഊണുമില്ല ഉറക്കവുമില്ല. സമാധാനമായിട്ടൊന്ന് ഫോൺ നോക്കാമെന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കില്ല, നാശം. ഇനി ഈ കാര്യം പറഞ്ഞ് തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. തനിക്കിഷ്ടമുള്ളപ്പോൾ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ മതി. ആ പിണങ്ങല്ലേ സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി എന്ത് പറയാം? ഞാൻ ആരാ എന്താന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തനിക്കറിയാം. അതുപോലെ തൻ്റെ കാര്യങ്ങൾ അറിയാൻ എനിക്കും ആഗ്രഹം കാണില്ലേ? ഇല്ലാന്നാര് പറഞ്ഞു? വേണ്ട, ഇനി താൻ ഒരു ന്യായീകരണവും പറഞ്ഞുകൊണ്ട് പറയണം. ഇഷ്ടവും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രം ഒരു ഫോട്ടോ ഇടും. അപ്പോ ഞാൻ പെട്ടല്ലേ? ഇങ്ങനെ സസ്പെൻസ് ഇടാതോ, സമയം ഒരുപാടായി, ഉറങ്ങണ്ടേ? എന്നാൽ നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. എന്താ? അപ്പൊ ഫോട്ടോ ഫോട്ടോ ഒന്നുമില്ല, വേണമെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് തരാം. ഇപ്പോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ. ഗുഡ് നൈറ്റോ? യെസ് മൈ ഡിയർ, ജസ്റ്റ് വെയിറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മജോ, നിന്നെ ഞാൻ വേറൊരു അസിസ്റ്റൻ്റായിട്ടല്ല കണ്ടത്. എൻ്റെ ഒരു സുഹൃത്താണ്. നീ കണ്ടിട്ടുണ്ടോ സൈറ്റിലുള്ള മറ്റാരെങ്കിലും ആയിട്ട് ഞാൻ കമ്പനി കൂടുന്നു? എനിക്കറിയാം സുഹൃത്ത്, സൈറ്റിലുള്ളവർ പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പോകാറില്ല. കമ്പനി കിട്ടുകയാണെങ്കിൽ ശിവേട്ടനെ പോലുള്ള കമ്പനി ഒരിക്കലും ഗുണം കിട്ടാത്ത നോക്കി അപ്പം ഞാൻ കിട്ടുന്നതാണ്. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നെ അത്രയും അങ്ങോട്ട് പൊക്കണ്ടായിരുന്നു. പൊക്കിയതല്ല, നിന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് എത്ര വയസ്സുണ്ട്? ചേട്ടനൊരു 45-46 അല്ലേ? കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് 50 വയസ്സുണ്ടായി. ഒന്ന് പോശി വേട്ടാ. സത്യമാടാ. എടാ മജോ, എന്നെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? ചേട്ടനെ കുറിച്ചോ? ചേട്ടനെ കുറിച്ച് ചേട്ടന് നല്ല കമാൻഡിങ് തോന്നും. പിന്നെ ആരെ ആകർഷിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. ഇത് രണ്ടുമാണ് ചേട്ടൻ. പേഴ്സണാലിറ്റി അതെനിക്കുണ്ടെന്നാണോ നീ പറയുന്നത്? പൊന്നെ മോനെ കുട്ടാ, സൂയിപ്പിക്കല്ലേ.
ശിവേട്ട ഉം. ശിവേട്ടൻ്റെ 2 പോസിറ്റീവ് കാര്യങ്ങൾ, ഉം. ഒരു നെഗറ്റീവ് കാര്യം പറയും. ഉം. 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 ചേട്ടൻ്റെ കഴിവ് ചേട്ടൻ ഒരു വിശ്വാസം അല്ലേ? ആ മതി മതി, ഇന്നത്തെ സൂപ്പര് മതി. വാ പോവാൻ സമയത്തില്ലേ? അല്ല ശിവേട്ടൻ, സാധനം ഇനി കൊണ്ടാണ് കഴിച്ചത്. മതിടാ, സമയമില്ല. പിന്നെ മജോ നീ വന്നേ. എന്താ ചേട്ടാ? നാളെ നീ സൈറ്റിൽ നേരത്തെ എത്തണം കേട്ടോ. ശരി ചേട്ടാ, അപ്പോൾ നാളെ കാണാം. ശരി. ശിവേട്ടാ, ഞാൻ ജോർജ് സാറിനോട് എൻ്റെ എഗ്രിമെൻ്റിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് ശിവേട്ടനോട് സംസാരിക്കട്ടെന്ന്. എനിക്ക് ഫേവറബിളായിട്ട് ശിവേട്ടൻ സംസാരിക്കണം. കുറേ ബാധ്യതയുണ്ട് ശിവേട്ടൻ. ആർക്കാടാ ബാധ്യതയില്ലാത്തത്? ഞാനൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ നടത്തിയെന്ന് അറിയാം. ഈ ചെറുപ്രായത്തിൽ ഇത്രയും കാശൊക്കെ നിൻ്റെയൊക്കെ കൈ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ആദ്യം നീ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കും, പിന്നെ സംസാരിക്കുക ഇൻക്രിമെൻറ്റിൻ്റെ കാര്യം. ഓക്കെ? ഓടി മോൻ. സാറേ, ഇതാണ് നമ്മുടെ ഫ്ലോർ. എല്ലാം ഇമ്പോർട്ട് ഐറ്റംസാണ്. സാറിന് വേണമെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ട്രെയിനറെ അറേഞ്ച് ചെയ്യാം. അല്ല, ഈ 6 പാക്കൊക്കെ ആയി വരാൻ എത്ര നാൾ? അത് സാറിൻ്റെ കമ്മിറ്റ്മെൻറ്റ് പോലെ ഇരിക്കും. എന്നാലും അത് നമ്മളൊരു പേഴ്സണൽ ട്രെയിനെ വെക്കുകയാണെങ്കിൽ ഒരു 8 മുതൽ 10 മാസം എടുക്കും. സാർ എന്തായാലും ഇതെല്ലാം ഒന്ന് കാണുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അഞ്ജലി, താൻ എന്താ എനിക്ക് റിപ്ലൈ തരാത്തത്? തനിക്ക് എന്താ പറ്റിയത്? എത്ര ദിവസമായി നമ്മളൊന്ന് സംസാരിച്ചിട്ട്? തൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. സത്യം പറയട്ടെ, ചത്താലും എന്ന് വരെ ചിന്തിച്ചു പോയി. എടാ മജോ, എനിക്കിന്ന് നല്ല സുഖമില്ല. ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം.
അതുപോലെ തന്നെ നീ സൈറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. ആ നമ്മുടെ ആ ബ്ലൂ പ്രിൻ്റ് മേടിക്കാൻ മറക്കരുതേ. ആ ശരി ശരി ഓക്കെ. നീ എന്താ ലേറ്റായി? അത് ശിവേട്ടനും കൂടെ സൈറ്റില്ലാത്തതുകൊണ്ട് ഊരിപ്പോരാൻ കുറച്ച് ബുദ്ധിമുട്ടി. അല്ല, ശിവേട്ടൻ ലീവിലാണോ? 2 ദിവസമല്ലേ കണ്ടിട്ട്? അതൊക്കെ പറയാം, നീ ആദ്യം പറഞ്ഞ ഒഴിക്ക്. അടിക്കടാ. എന്തോ കാര്യമുണ്ടല്ലോ. എന്താ ചേട്ടാ? മെജു, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇങ്ങനെ നെർവസ് ആവാതെ. എന്താ ചേട്ടാ കാര്യം? അല്ല മെജു, എനിക്കിത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. നിങ്ങൾ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം എന്താ വെച്ചാൽ പറ. എനിക്കൊരാളെ ഇഷ്ടമാണ്. ആരെ? അതൊക്കെ ഞാൻ വിശദമായിട്ട് നിന്നോട് പിന്നെ പറയാം. ഞങ്ങൾ പരിചയപ്പെട്ടതും ചാറ്റ് ചെയ്തതും എല്ലാം വാട്സപ്പിലൂടെയാണ്. പക്ഷേങ്കിൽ 2 ദിവസമായി അവളെപ്പറ്റി എനിക്ക് യാതൊരു വിവരം കിട്ടുന്നില്ല. ഞാനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയിലായി. ഊണുമില്ല, ഉറക്കവുമില്ല, ഒരു വല്ലാത്ത അവസ്ഥയിലായി. എന്ത് ചെയ്യണം? ഇപ്പം ആളെവിടെയാണുള്ളത്?
ബാംഗ്ലൂരാ. ബാംഗ്ലൂരോ? അല്ലെ, ബാംഗ്ലൂരുള്ള ആളെങ്ങനെയാണ് ചേട്ടൻ പരിചയപ്പെട്ടത്? അല്ല മഞ്ജു, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഒരു കളി എന്ന് പറയുന്നത്. ഏതോ ഒരു നമ്പർ തെറ്റി എനിക്ക് മെസ്സേജ് വന്നു. ഞാനൊരു ടൈം പാസിന് വേണ്ടി അങ്ങോട്ട് മെസ്സേജ് അയച്ചു. പക്ഷേ ആദ്യം ഒന്നും ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവരെനിക്ക് മെസ്സേജ് അയക്കാൻ പറയും. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ആൾ മാരീഡാണോ? അല്ല. ആളെന്ത് ചെയ്യുന്നു? മോഡൽ. മോഡലോ? എത്ര വയസ്സായി? 24-27 വയസ്സുണ്ടാവും. 26 വയസ്സാ? ശിവേട്ടാ, ഇത് കളിയല്ല, ഇത് കളിയല്ല. നിങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. സംസാരം കാണലും ഒക്കെ പരസ്പരം നന്നായി മനസ്സിലാക്കിയിട്ട് മതിയെന്നാണ് അവളുടെ എല്ലാം. ഇപ്പം ചാറ്റിങ് മാത്രമേ ഉള്ളൂ. അല്ല, പരിചയപ്പെട്ട് എത്ര നാളായി? പരിചയപ്പെട്ടിട്ട് ഒരു 3-4 മാസമായി. ബാംഗ്ലൂർ എവിടെ ശിവേട്ടാ? അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾ പറയില്ല. ആ കാര്യത്തിലൊക്കെ അവൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഓൺലൈൻ ഫീൽഡ് ആയതുകൊണ്ടാവും. എവിടെ നോക്കിയാലും ഫ്രോഡുകളല്ലേ. ശിവേട്ട, ആളുടെ ഫോട്ടോ എല്ലാം കയ്യിലുണ്ടോ? അങ്ങനെ ഫോട്ടോ ഒന്നും അയക്കാറില്ല. പിന്നെ ഈയിടെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് അത് വേണേ കാണിക്കാം. ഒന്ന് കാണിക്കാം. ശിവേട്ട, ഇത് സൂപ്പറാണ്. ശിവേട്ട, നിങ്ങളെ കുറിച്ച് അവൾക്കറിയാം? ഇല്ല. അവൾക്ക് ഞാൻ വേറെ ആളുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തില്ല. ശിവേട്ട, നിങ്ങൾ എന്ത് ഉടായിപ്പ് പരിപാടിയെ കാണിച്ചത്? അതൊക്കെ എനിക്കറിയാവുന്ന. പക്ഷെ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണിപ്പോൾ. സത്യം പറയാനും അവൾക്ക് വേണ്ടി എൻ്റെ കുടുംബം പോലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ശിവേട്ട, ഇത് കേസ് എടുക്കാണോ നോക്കുന്നത്? ഞാൻ പറഞ്ഞില്ലെന്നല്ല. അതിനെ പോലീസിനോട് ആരെങ്കിലും പറഞ്ഞെങ്കിലല്ലേ? എന്തെങ്കിലും സത്യം പറഞ്ഞാൽ ആ കുട്ടി പറയത്തില്ലേ? അപ്പോഴേക്കും ഞാൻ അടിമുടി മാറിയിരിക്കും. അവൾക്ക് എന്നെ കണ്ട ഇഷ്ടപ്പെടുന്നുണ്ടായി. പിന്നെ പ്രായത്തിൻ്റെ കാര്യം അത് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയാനുള്ള പറഞ്ഞു, ബാക്കിയെല്ലാം ശിവേട്ടൻ്റെ കയ്യിൽ. രമജു, നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? എനിക്ക് എൻ്റെ അനിയനെ പോലെ നീ. ശിവേട്ടൻ ധൈര്യമായിട്ടിരിക്കും, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല ശിവേട്ടൻ, ആ പെൺകൊച്ചിൻ്റെ പേരെന്താന്ന് പറഞ്ഞു? അഞ്ജലി. അഞ്ജലി അല്ലേ? പറയാൻ ഇനിയുണ്ടടാ ഒരുപാട് കാര്യങ്ങൾ. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ.
ഇന്നലെ എവിടെയായിരുന്നു ശിവേട്ടാ? നിങ്ങൾക്കൊരു കുടുംബമുള്ള കാര്യം മറന്നുപോയോ? നിന്റെ ഒരു കുടുംബം. ശിവേട്ടാ എന്താ ഇത്? ശിവേട്ടാ മെജോ, കുറച്ച് ദിവസങ്ങളായല്ലേ ശിവകുമാറിനെ സൈറ്റിൽ കണ്ടിട്ട്. ഒന്ന് വിളിച്ചു പറയാനുള്ള സാമാന്യ മര്യാദ പോലും അയാൾ കാണിച്ചിട്ടില്ല. എന്താണിത്? സാർ പുള്ളി വേറെ ഏതോ കമ്പനിയിൽ കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഏത് കമ്പനിയിൽ? അതൊന്നും അറിയില്ല സാർ. ഇതാരോടും പറയരുതെന്നാ സാറ്. പിന്നെന്തിനാ എന്നോട് പറഞ്ഞത്? അല്ല, ആള് ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി സാർ. സൈറ്റിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അറിയാം സാർ. ഇനി വർക്കിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ്. എന്ത് പെശകുണ്ടായാലും ഞാൻ നിന്നോടെ ചോദിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. ആ ശരണ്യ, മെജോയുടെ പ്രൊമോഷൻ ലെറ്റർ റെഡിയാക്കണം. കൂടാതെ ഇൻക്രിമെൻറ്റിൻ്റെ കാര്യം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നെ അറിയിച്ചിരിക്കണം. ഓക്കെ? മെജോ, ശിവകുമാർ സൈറ്റിലോട്ടെങ്ങനെ വന്നാൽ എന്നെ വന്ന് കാണാൻ പറയണം. ശരി സാർ. എന്നാൽ സമയം കളയണ്ട കേട്ടോ. ഓക്കെ സാർ. അഞ്ജലി, താൻ എന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. തന്നെ എനിക്ക് എത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഇതിപ്പോൾ ഓൾമോസ്റ്റ് 9 ദിവസമായി. എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒരു മെസ്സേജോ കോളോ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ പ്ലീസ്. ബസ് വരാറായി. ഓ തുടങ്ങി. 24 മണിക്കൂർ നിങ്ങൾ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നോ? ഞാനൊരു പൊട്ടിയാണെന്ന് വിചാരിക്കരുത്. കുറേ നാളുകൊണ്ട് ഞാനിത് ശ്രദ്ധിക്കുന്നതാ. ഓ നല്ല കാര്യം. കുറേ നാളായി ഞാൻ പട്ടിയെപ്പോലെ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് ശ്രദ്ധിക്കാൻ തോന്നിയല്ലോ. ഓ ശരി, ഞാനിവിടെ കടല ഉറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് 3 നേരം വെച്ച് വിളമ്പി തരുന്നത് നിങ്ങളെ മറ്റുള്ളവന്മാർ വല്ലതുമാണോ? വേണ്ടി വന്നാൽ എനിക്ക് വെച്ച് വിളമ്പി തരാൻ വേറെ ആളുണ്ടെന്ന് വിചാരിച്ചു. എനിക്കത് മനസ്സിലായി. ഞാൻ ഇനി എന്തോ വേണമെന്നും കൂടി നിങ്ങളങ്ങ് പറ. നീ പോയി ചാകടി. ചാകാം. അതിനു മുമ്പേ നിങ്ങൾ ഇതിൽ കുത്തിക്കൊണ്ടിരിക്കണേ അവളാണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. നിന്നെ ഞാൻ ശരിയാക്കും കേട്ടോ. നീ ആ ഫോണിനകത്ത് അങ്ങനെ എന്തെങ്കിലും ചവിട്ടി ഞാൻ പൊളിച്ചാലും കേട്ടോ. തുറക്ക് നിന്നെയാണുണ്ടല്ലോ. ഫോൺ താടി ഫോൺ ഞാൻ ഫോണിനകത്ത് വല്ലതും ചെയ്തെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അന്ന് ഞാൻ ശരിയാക്കുന്നില്ല. ആഹാ തുറക്കടി. ഞാൻ ഇഷ്ടമുള്ളവരോട് സംസാരിക്കും. നീ ആരാണ് ചോദിക്കാം? പറഞ്ഞു ഇങ്ങോട്ട് ഫോൺ കൊണ്ടുപോടി. ശരിയാക്കുന്നില്ല. ഞാൻ ചവിട്ടിയാൽ പൊളിച്ചോളെ. അറിയാതെ തുറക്ക്. തുറക്കത്തില്ലേ അവിടെ? ഫോൺ എന്തിനാണ് എന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചാൽ? നീ നിങ്ങൾ ആര് പറഞ്ഞ എന്റെ ഫോൺ എടുത്ത് നോക്കാം? എന്റെ മുടിയിൽ നിന്ന് വിടും. എന്റെ മുടിയിൽ നിന്ന് വിടും. എന്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ട്. ഇയാൾക്കൊന്ന് അഴി എണ്ണിപ്പിക്കും. വിളിക്കണി, പോലീസിനെ വിളിക്കണി. ഇതേ എന്റെ അപ്പൻ എനിക്ക് എഴുതി തന്ന വിടാം. ഈ വീട്ടിൽ കിടന്ന് തോന്നി വശം കാണിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. തനിക്ക് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ റോഡിൽ പോയി കിടന്ന് കാണിച്ചോളണം. പറഞ്ഞിട്ടാണ് ഞാൻ. ഞാനുള്ളപ്പം നിങ്ങൾക്കൊന്നും എൻ്റെ വില അറിയത്തില്ല. ഞാനൊന്ന് പോട്ടെ, അന്നേരം അറിയാം. അന്നേരം മനസ്സിലായി.
ഹായ്, മെജോ ഹിയർ. This is me. This is the original Shiva. He has a family. Sorry to shock. നിങ്ങൾ ഇത്രയും നാളും ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നോടായിരുന്നില്ല, യഥാർത്ഥ ശിവകുമാറിനോട് തന്നെയായിരുന്നു. അയാൾ ശരിക്കും എൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് തന്നെ ചതിക്കുകയായിരുന്നു. ഉദ്ദേശം ഒരുപക്ഷെ ഞാൻ വഴി തന്നെ ശിവകുമാറിലേക്ക് അടുപ്പിക്കുക എന്നതായിരിക്കാം. എനിവേ, ബി കെയർഫുൾ. അവളുടെ ഒരു ഉമ്മ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. ഇവളുമാരൊക്കെ ആഹാ അജോ രാവിലെ തന്നെ തുടങ്ങിയ. ആ നിജോ ഇരിക്കും. നോക്കിയിരിക്കാതെ പറഞ്ഞ ഒഴിച്ച് അടിക്കല. വേണ്ട ചേട്ടാ, ഞാൻ ഡ്യൂട്ടിയില്ല. അവൻ്റെ ഒരു ആയിര ഡ്യൂട്ടി. ഞാൻ നിന്നെ വിളിപ്പിച്ചതേ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താ ഏട്ടാ? നമുക്ക് ബാംഗ്ലൂരിലൊന്ന് പോകണം. അതെന്തിനാ? എനിക്ക് അവളെ ഒന്ന് കാണണവളാ. ബെസ്റ്റ്. ഈ പരുവത്തിലാ? ഞാൻ അവളെ ദൂരെങ്ങാണ് നിന്ന് കണ്ടോളാം. അവളെ ചേട്ടൻ എന്തായി പറയുന്നത്? ഒരു അഡ്രസ്സ് പോലുമില്ല, നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കാന്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ പറ. ഇനി അവളെ കാണാൻ വല്ല ആക്സിഡന്റിലും പെട്ട് മരിച്ചു പോയോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം.
നിങ്ങളിങ്ങനെ പൊട്ടത്തിനെ വിളിച്ച് പറയാതെ വീട്ടിൽ പോകാൻ നോക്കി ശിവേട്ടാ. കോണച്ച വീട്. എനിക്ക് ആ പരിപാടി പോലെ ഒന്നും കാണണ്ട. ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് ശിവേട്ടാ. നിങ്ങളടുത്തുള്ള നല്ല ബന്ധം കൊണ്ട് പറയാം. അവളെ അങ്ങ് മറന്നേരെ. ഉള്ള ഒരു കുടുംബം മറന്നിട്ട് എവിടെയോ കിടക്കുന്ന ഒരുത്തിയുടെ പുറകെ നടക്കേണ്ട വല്ല കാര്യമുണ്ട്. ബാംഗ്ലൂർ സ്ഥലം ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോയെന്ന് അവൾക്ക് തന്നെ കണക്കറിയത്തില്ല. മൈരേ, അവളെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞുണ്ടല്ലോ, കൊന്നുകളെ നിന്നെ ഞാൻ. എന്താ ശിവേട്ട കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് പ്രാന്ത് പിടിച്ച? വിടാൻ ശിവേട്ട വിടും. നിങ്ങൾക്ക് എന്ത് പ്രാന്താണ്? നീ ഇനി ഇൻക്രിമെന്റ് ചോദിച്ചോ, നീ വാടാ. പിന്നെ നിങ്ങൾ എഗ്രിമെന്റും കോപ്പും എനിക്കൊന്നും വേണ്ട. നാളല്ലല്ലോ തനിക്ക് മോളെ പ്രായമുള്ള പെണ്ണെ പ്രേമിക്കാൻ വേണ്ടി നടക്കുന്നു. വലിയ കാമുകനാണ്. ഉപദേശിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇയാളെ റൂമിൽ താമസിക്കാൻ വന്നല്ലേ? പോയാ ഇയാളെ പോവാണ്ട് പിന്നെ ഇയാളെ ഉണ്ടാക്കും. പോയി പണി നോക്കണം. What? Is this true? ഇതാണോ ശിവ? Unfortunately. I can't believe this, bastard. Sorry for breaking the bad news. But thanks, you saved me. I can't believe this happened to me. You have to. We'll tell you in detail what actually happened. Okay, but now I'm little busy. Call you back at night. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു. ചൈത്രം നിന്റെ കാത്തു കണ്ടു നിന്നു. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു. ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. ഹലോ മിസ്റ്റർ ശിവകുമാർ, ഞെട്ടണ്ട. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു. Now I know who you are, bastard. Don't try to contact me again. നിനക്ക് ശാഖന എന്റെ വണ്ടി നിനക്ക് ശാഖന എന്റെ വണ്ടി നിന്റെ കുഴപ്പം. ഓ ഓടാ.
അവൾക്കിപ്പോൾ എന്നെ വേണ്ട, അവൾക്ക് വേറെ ഏതെങ്കിലും സെറ്റപ്പ് അയച്ചാൽ ആ ഓട്ടെ ഓട്ടെ മനസ്സുകൾ വീഴുമ്പോൾ എന്നെ നോക്കുമ്പോൾ മനസ്സിൽ വേറെ വേദനകൾ. നിങ്ങളടുത്തുള്ള നല്ല ബന്ധം കൊണ്ട് പറയാം, അവളെ ഞാൻ പറഞ്ഞായിരുന്നു. സത്യം പറയാം, അവൾക്ക് വേണ്ടി എൻ്റെ കുടുംബം പോലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ഉള്ള ഒരു കുടുംബം വന്നിട്ട് എവിടെയോ കിടക്കുന്ന ഒരു തിര പറയാനുള്ള വല്ല കാര്യമുണ്ട്. ആ ചേട്ടൻ എന്തേ പറയുന്നത്? ഒരു അഡ്രസ്സ് പോലുമില്ല, നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? നാളല്ലല്ലോ തനിക്ക് മോളെ പ്രായമുള്ള പെണ്ണെ പ്രേമിക്കാൻ വേണ്ടി നടക്കുന്നു. വലിയ കാവലാണ്. താൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശിവകുമാറേ, ജീവിക്കാൻ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ ആവശ്യമില്ല. എവിടെ പോയാലും നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടും, മിടുക്കരായ ജോലിക്കാരെ എനിക്കും കിട്ടും. അപ്പോൾ എന്താ വേണ്ടത്? യാഥാർത്ഥ്യം മനസ്സിലാക്കി പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവാം. സത്യം പറഞ്ഞാൽ എനിക്ക് സുഖമില്ലായിരുന്നു സാർ. താൻ അത് വിട്.
10-30 കൊല്ലമായി ഞാൻ ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട്. തന്നെ പോലെയുള്ളവരെ മേയിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ഇതുവരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നുണയുടെ പുറത്ത് നുണ പൊതിഞ്ഞ് സമയം കളയണ്ട. തനിക്ക് വേറെ ജോലി അന്വേഷിക്കാം. ഹലോ ശരണ്യ, ശിവകുമാറിൻ്റെ റെസിഗ്നേഷൻ വാങ്ങിച്ചേക്ക്. പേയ്മെൻറ്റ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും സെറ്റിൽ ചെയ്യണം. ശരി ശിവകുമാറെ, കാണാം. Hope you're okay. സ്റ്റിൽ ഷോക്ക്ഡ്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. I understand what you're going through. Ironically, an accident is what saved me. Of course, you too. Accident? I slipped and my ankle got fractured. Ayyo. My phone broke. I missed my photo shoot. Oh, that's why you didn't contact Shivamar. Yeah. Don't ever mention his name. Sorry. It's okay. And that period revealed the truth. മജോ, നിനക്കും തുടങ്ങി എൻ്റെ അസുഖം. നീ എന്താണ് ഒരുമാതിരി പ്രയത്തെ കണ്ട പോലെ? ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും, അതുപോലെ എനിക്കും പറ്റും. നീ അങ്ങ് ക്ഷമിച്ചു. നീ പറഞ്ഞതാണ് ശരി. വെറുതെ ഓരോ കോമാളി വേഷം കെട്ടി ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനായി ഞാൻ അവളെ അങ്ങ് വിട്ടതാണ്. സത്യം പറയാമല്ലോ, അപ്പോൾ സമാധാനം. നീ എന്താണ് ഒരുമാതിരി? എനിക്കറിയാം നിനക്ക് വിഷമമുണ്ടെന്ന്. നീ അതെല്ലാം അങ്ങ് വിട്ടേ. വാ, നമുക്കൊന്ന് കൂടാം. അല്ല ചേട്ടാ, ഞാൻ ഡ്യൂട്ടിയില്ല. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ താഴെ വെയിറ്റ് ചെയ്യും. നീ ഡ്യൂട്ടിയും കഴിഞ്ഞ് താഴെ. ഓക്കെ, ശരി. ചേട്ടാ മതി, ഞാൻ വരാം. ജോലി കൂടി പോയപ്പോൾ കണക്കിന് കിട്ടിയ മാതിരിയായി. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും എനിക്ക് ജോലി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ടെൻഷൻ ഇല്ലടാ. പിന്നെ പഴയ സംഭവങ്ങളൊന്നും നീ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. എൻ്റെ മനസ്സിലൊന്നുമില്ല ശിവേട്ട. ഞാനും ശിവേട്ടനോട് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞിട്ടില്ലേ, അതും ശിവേട്ടനൊന്നും പറഞ്ഞേക്കണം. അതൊന്നും ഇല്ലടാ, അതൊക്കെ എൻ്റെ കയ്യിലിരിപ്പിന് കിട്ടിയാന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. എന്നാലും ഞാൻ ഇത്ര മ്ലേച്ഛനായിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ശിവേട്ട, നമ്മളെല്ലാവരും ഒന്നാന്തരം മ്ലേച്ഛന്മാർ, അറിയാം. എന്നാലും ഇത്രയും സീനുണ്ടാക്കിയിട്ട് ശിവേട്ടൻ്റെ വൈഫ് ഒന്നും പറഞ്ഞില്ലേ? അവളൊന്നും പറഞ്ഞില്ലടാ, ഒരക്ഷരം പോലും. അവളും പറഞ്ഞില്ല, അമ്മായിപ്പനും പറഞ്ഞില്ല, മക്കളും പറഞ്ഞില്ല. ഓ, ചേട്ടൻ്റെ ഭാര്യയെ സമ്മതിക്കണം. പെണ്ണുങ്ങൾക്കറിയാടാ ആണുങ്ങളുടെ വീക്കൻസ്. പലതും അവരങ്ങ് കണ്ണടച്ചു വിടും. കഴപ്പ് തീരുമ്പോൾ തിരിച്ചു വരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരെണ്ണം അടിച്ചു കേട്ടാ.
ശിവേട്ടൻ പറഞ്ഞാൽ ശരിയാ. പിന്നെ ഞാനൊന്ന് കഴിച്ചിട്ട് വരാം. ഹായ് മെജോ, ആർ യു ഫ്രീ നൗ? എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ടായിരുന്നു, സംതിങ് പേഴ്സണൽ. ഇപ്പോൾ ബിസി ആണെങ്കിൽ നമുക്ക് രാത്രിയിൽ സംസാരിക്കാം. മിസ് യു. സമാധാനം. ഒന്ന് പഠിച്ചാലോ? ഞാനൊന്ന് പോയിട്ട് വരാം. ആ, അത് ശരി. ശിവേട്ടാ, ഇനി അടിച്ചാൽ വീണ് പോവേ. മതി അടിച്ചത്. ശിവേട്ടാ, എന്താ കാണിക്കും ശിവേട്ടാ? ശിവേട്ടാ, ഹായ് അഞ്ജലി, ആക്ച്വലി ഐ ആം ലിറ്റിൽ ബിസി നൗ. പിന്നെ ഇനി ഈ നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്യണ്ട. ഇത് ഓഫീസ് നമ്പറാണ്. പ്രൊമോഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ സിം ട്രാൻസ്ഫർ ആവും. ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഇനി അതിലാകാം ചാറ്റിംഗ്. ഓക്കെ, ബൈ. रे
ഹായ് മോളെ. ഫോൺ എങ്ങനെയുണ്ട് അച്ഛമ്മേ? കൊള്ളാമോ? സൂപ്പർ അല്ലേ, അടിപൊളി. വീട്ടുപണിയൊക്കെ ശാന്ത ചെയ്യുന്നില്ലേ? അതിനല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. വെറുതെ എന്തിനാ അച്ഛമ്മ കഷ്ടപ്പെടുന്നത്? ദേ, കാലിന് നല്ല റെസ്റ്റ് കൊടുക്കണം കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛമ്മ ഒറ്റയ്ക്കല്ലേ മോളെ, ആരുമില്ലാതെ വല്ലാത്ത ബോറടിയാണ്. വയസ്സാകുമ്പോഴാണ് പലതും ചെയ്യണമെന്ന് തോന്നുന്നു. ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്തതൊക്കെ ഇപ്പം ചെയ്യണമെന്നൊരു തോന്നൽ, അതാണ് കുഴപ്പം. അതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അച്ഛമ്മേ. ബട്ട് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഞങ്ങളാരും അടുത്തില്ലാത്തതല്ലേ. ശരി കുട്ടാ, അച്ഛമ്മ ശ്രദ്ധിച്ചോളാം. നീ സമാധാനമായിട്ടിരിക്കുക. അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഗുഡ് നൈറ്റ്. ടാറ്റാ. ഇപ്പം അവിടെയല്ലേ ഗുഡ് നൈറ്റ്, ഇവിടെ ഗുഡ് നൈറ്റ് ആകുന്നല്ലേ ഉള്ളൂ. ബായ്. ഹായ് അഞ്ജലി, ആക്ച്വലി ഐ ആം ലിറ്റിൽ ബിസി നൗ. പിന്നെ ഇനി ഈ നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്യണ്ട, ഇത് ഓഫീസ് നമ്പറാണ്. പ്രൊമോഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ സിം ട്രാൻസ്ഫർ ആവും. ഞാൻ വേറെ നമ്പറിൽ നിന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഇനി അതിലാകാം ചാറ്റിംഗ്. ഓക്കെ, ബൈ. ഓക്കെ ഡിയർ. ഹായ് അഞ്ജലി, മെജോ ഹിയർ. ഓക്കെ മൈ ഡിയർ.